8ാമതായിട്ട് പുള്ളിക്ക് അവാർഡ് കിട്ടിയത് 2006 കമലിൻ്റെ ഡയറക്ഷനിൽ വന്ന കറുത്ത പക്ഷികൾ എന്ന് പറഞ്ഞ സിനിമയാണ്. തേപ്പുകാരൻ മുരുകൻ ഓർക്കുന്നുണ്ടോ? ആ വർഷം തന്നെ പുള്ളിക്ക് ഒരു ഹോണററി അവാർഡും കിട്ടി. അങ്ങനെ ടോട്ടൽ 15 ഫിലിം ഫെയർ അവാർഡ്, 14 ബെസ്റ്റ് ആക്ടർ അവാർഡ്. ഇനി 2009 രഞ്ജിത്ത് മമ്മൂക്ക ഒരു ഹെവി കോംബോ ആയിരുന്നു. ആ കോംബോയിൽ വന്ന പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കടമ അടിച്ച് തെളിക്കി എന്നൊക്കെ പറഞ്ഞ് പുള്ളി ആ പാടത്ത് നിൽക്കുന്ന അഹമ്മദ് ഹാജിയായിട്ടുള്ള സീനൊക്കെ ഓർക്കുന്നുണ്ടോ? ചുമ്മാ തീ സാധനമായിരുന്നു. ആ വർഷം തന്നെ മമ്മൂക്കയ്ക്ക് എനിക്ക് തോന്നുന്നു പഴശ്ശിരാജ, കുട്ടി സ്രാങ്ക്, ലൗഡ് സ്പീക്കർ, അങ്ങനെ ഒരുപാട് പടമുണ്ട്, ചട്ടമ്പിനാട്. അപ്പോൾ എന്തായാലും ആ വർഷം പുള്ളിക്ക് കൊടുത്തേ പറ്റൂ. കിട്ടിയത് പാലേരി മാണിക്യത്തിലാണ്. ഇനി 2010 എഗെയിൻ മമ്മൂക്ക രഞ്ജിത്ത് കോംബോയിൽ വന്ന പ്രാഞ്ചിയേട്ടൻ, മലയാളികളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് സിനിമ. പുള്ളിക്ക് 11ാമത്തെ അവാർഡ് കിട്ടുന്നത് 2014 രഞ്ജിത്ത് ശങ്കർ ഡയറക്ട് ചെയ്ത വർഷം എന്ന് പറയുന്ന സിനിമയിലാണ്. ആ സിനിമയിൽ പുള്ളിക്കാരൻ്റെ മകൻ മരിക്കുമ്പോൾ, അതായത് മമ്മൂക്കയുടെ ക്യാരക്ടറിൻ്റെ മകൻ മരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ അടിപൊളിയാണ്. അതൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിങ്ങലുണ്ടാക്കുന്ന, പുള്ളി കരഞ്ഞറിയല്ല, മലയാളി കരയും, സ്വാഭാവികം. 12ാമത്തെ അവാർഡ് പുള്ളിക്ക് കിട്ടിയേക്കുന്നത് 2015 റിലീസായ പത്തേ മാരി എന്ന് പറയുന്ന സിനിമയിലൂടെയാണ്. ആ സിനിമ നമുക്കറിയാം ഒരു ക്ലാസ് പടമാണ്, ഒരു ആർട്ട് പടമാണ്. ആർട്ട് പടമാണെങ്കിലും അത് കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിരുന്നു. മമ്മൂക്കയ്ക്ക് മാത്രം കൂടുതലായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് ഈ ആർട്ട് പടങ്ങളെ കൊമേഴ്ഷ്യലി വിജയിപ്പിക്കുക എന്ന് പറയുന്നത്. അത് ബാക്കിയുള്ളവർക്ക് പറ്റും, പക്ഷേ മമ്മൂക്കയ്ക്ക് അത് ചുമ്മാ കേക്ക് ബാക്ക് പരിപാടിയാണ്. പുള്ളി അത് കുറേ തവണ ചെയ്തിട്ടുണ്ട്. ഇനി 13ാമത്തെ അവാർഡ് പുള്ളിക്ക് കിട്ടിയത് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം. തിയേറ്ററിൽ ആളുകൾ വരെ ഉറക്കിയെങ്കിലും അവാർഡിൽ ഉറക്കിയില്ല, തൂത്തുവാരിയായിരുന്നു. 14ാമത്തെ അവാർഡ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, 2024 റിലീസായ ഭ്രമയുഗം കൊടുമൺ പൊറ്റി അഥവാ ചാത്തൻ.